അങ്ങനെ ഞാൻ വീണ്ടും പപ്പയായി. ഹൈസ ആണെങ്കിലോ ഇത്താത്ത ആയതിൻ്റെ സന്തോഷത്തിലുമാണ്. പ്രഗ്നൻസി ഡേറ്റ് പറഞ്ഞിട്ട് 3 ആഴ്ച മുമ്പാണ് കേട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നത്. ഇനിയും ദിവസം ഉണ്ടല്ലോ എന്ന് കരുതി ഞാനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് കേട്ടപ്പോഴേ ആദ്യം ഓർമ്മ വന്നത് ചാവക്കാടുള്ള മായൻ ബേബിയാണ്. ഇവിടെ ആകുമ്പോൾ കുട്ടിക്കുള്ളതും അതേപോലെ തന്നെ വൈഫിനുള്ളതും കിട്ടും. ഒരു സ്ഥലത്തു നിന്ന് എല്ലാം കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്. കൊച്ചിയിലുള്ള മദർ ലൈൻ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മെഡിക്കൽ ട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഹോസ്പിറ്റലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. 4 സ്റ്റാർ ഹോട്ടലിൻ്റെ ആംബിയൻസ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഹോസ്പിറ്റാലിറ്റി ആൻഡ് സർവീസിനെ കുറിച്ച് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ലേബർ റൂമിൽ കയറുന്നതിന് മുൻപുള്ള ഒരു ചെയ്യാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പർച്ചേസിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും ഒക്കെ ഞാൻ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാൻ മറക്കണ്ടേ. ഹൈസാനെ പിടിച്ചാൽ കിട്ടുന്നില്ല, ഫുൾ ഓടിക്കളിയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഹൈസാന്റെ മാമാമാരൊക്കെ റൂമൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈസന്റെ ബേബിയുടെ പേരെന്താ? അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ബൈ.